The Workmen's Compensation Act 1923, also known as Employees Compensation Act, it came into force on 1st July 1924 and it extends to the whole of India. ഇന്ത്യയിലുടനീളം ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു ആക്റ്റാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923. നിലവിൽ വന്നത് 1st ജൂലൈ 1924 ആണ്. ദ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിലെ വർക്ക്മെൻ എന്ന് പറയുന്ന ടേം അതിൽ ഉൾപ്പെടാത്തത് ആരൊക്കെയാണ് എന്ന് നോക്കാം. നമ്പർ 1, കാഷ്വൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ടെമ്പററി വർക്കേഴ്സ് ഹു ആർ എംപ്ലോയിഡ് അതർവൈസ് ദാൻ ദ പർപ്പസ് ഓഫ് എംപ്ലോയേഴ്സ് ട്രേഡ് ഓർ ബിസിനസ്. എംപ്ലോയറിന്റെ ട്രേഡിനോ ബിസിനസിനോ വേണ്ടി അല്ലാതെ മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ള ടെമ്പററി വർക്കേഴ്സ്, അവരുടെ വർക്കിന്റെ നേച്ചർ എന്താണ്? കാഷ്വൽ നേച്ചറാണ്. അത്തരത്തിലുള്ള വർക്കേഴ്സ് ഈ വർക്ക്മെൻ എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്നില്ല. നമ്പർ 2, എ മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സസ് ഓഫ് ദി യൂണിയൻ. ആംഡ് ഫോഴ്സസിലെ ഒരു മെമ്പർ ഈ ആക്ടിന്റെ പരിധിയിൽ പെടുന്നില്ല. നമ്പർ 3, എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ESI ആക്ടിന്റെ പരിധിയിൽ വരുന്ന എംപ്ലോയീസ്, ഈ 3 പേരും വർക്ക്മെൻ എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്നില്ല. So the Workmen's Compensation Act 1923 or the Employees Compensation Act 1923 is not applicable to casual workers, a member of armed forces and employees covered under Employee State Insurance Act. The main object of this act is to provide compensation to the workers for personal injuries caused by accidents arising out of and in the course of employment and for occupational diseases. ജോലിയിൽ നിന്നുണ്ടാകുന്ന ഡിസീസസ്, അതുപോലെ ജോലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ആക്സിഡൻസ് വഴി വരുന്ന പേഴ്സണൽ ഇഞ്ചുറീസ്, ഈ 2 സിറ്റുവേഷൻസിലും ഒരു വർക്കറിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റ്. The main object of this Workmen Compensation Act is to provide compensation to whom? To the workers for what? For personal injuries caused by accidents arising out of and in the course of employment and for the occupational diseases. ഒരു എംപ്ലോയിക്ക് ഒക്കുപേഷണൽ ഡിസീസ് ഉണ്ടായാലോ അതുപോലെ തന്നെ ആക്സിഡന്റിന്റെ ഫലമായിട്ട് ഒരു പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടായാലോ ആരാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്? യെസ്, ദ എംപ്ലോയർ. എംപ്ലോയർ ആണ് ഈ എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആക്ടിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 3, ദാറ്റ് ഈസ് എംപ്ലോയേഴ്സ് ലയബിലിറ്റി ഫോർ കോമ്പൻസേഷൻ. ഒരു എംപ്ലോയിക്കുണ്ടാകുന്ന ഒക്കുപേഷണൽ ഡിസീസിനും അതുപോലെ പേഴ്സണൽ ഇഞ്ചുറി ബൈ ആക്സിഡൻസിനും എംപ്ലോയർ ലയബിൾ ആക്കപ്പെടും എന്ന് പറഞ്ഞു. ഇനി പേഴ്സണൽ ഇഞ്ചുറി ബൈ ആക്സിഡൻസിന് ഒരു എംപ്ലോയർ ലയബിൾ ആക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 3 എസെൻഷ്യൽസ് ഫുൾഫിൽ ആകേണ്ടതുണ്ട്. വർക്ക്മാന് ആക്സിഡന്റിന്റെ ഫലമായിട്ട് എന്തെങ്കിലും പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആക്സിഡന്റ് ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതായിരിക്കണം. സച്ച് ആൻ ആക്സിഡന്റ് മസ്റ്റ് ബി അറോസ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. പിന്നെയോ അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ഇഞ്ചുറി ആ വർക്ക്മാന്റെ ഡെത്തിനോ അല്ലെങ്കിൽ ഡിസേബിൾമെന്റ് എന്ന വൈകല്യത്തിനോ കാരണമായിരിക്കണം. ഈ 3 എസെൻഷ്യൽസും ഫുൾഫിൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു എംപ്ലോയിയുടെ ആക്സിഡന്റ് കേസിൽ ലയബിൾ ആക്കപ്പെടുകയുള്ളൂ. That is, in order to hold an employer liable to pay compensation to a workman, the 3 following essentials must be fulfilled. Number 1, personal injury to the workman by an accident. Number 2, the accident must be arose out of and in the course of employment. And number 3, such an injury resulted in death or disablement. Now, the term personal injury include both physiological and psychological injury. വർക്കിംഗ് പ്ലേസിലെ ആക്സിഡന്റിന്റെ ഫലമായിട്ട് ഒരാൾക്ക് നെർവസ് ഷോക്ക് ഉണ്ടായെന്ന് വെക്കുക, അത് പേഴ്സണൽ ഇഞ്ചുറി ആയിട്ട് കണക്കാക്കപ്പെടുമോ? യെസ്, കണക്കാക്കപ്പെടും. ദ ടേം ആക്സിഡന്റ് മീൻസ് അൺഎക്സ്പെക്ടഡ് ആൻഡ് അൺഡിസൈൻഡ് മിസ്ഹാപ്പ് ബൈ ദി ഇഞ്ചേർഡ് വർക്ക്മാൻ. വർക്ക്മാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതും അതുപോലെ തന്നെ വർക്ക്മാനാൽ ഡിസൈൻ ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ദുരന്തത്തെയാണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. ദ ടേം അറൈസിംഗ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഷോസ് എ കാഷ്വൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ആക്സിഡന്റ് ആൻഡ് ദി എംപ്ലോയ്മെന്റ്. That is, at the time of accident, the workman should be doing something in discharge of his duties to the employer directly or indirectly. Arising out of employment എന്ന് പറയുന്ന ഈ ഒരു ടേം ആക്സിഡന്റിനും എംപ്ലോയ്മെന്റിനുമുള്ള കാഷ്വൽ കണക്ഷനെയാണ് കാണിക്കുന്നത്. അതായത് ഈ ആക്സിഡന്റ് സമയത്ത് വർക്ക്മാൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കണം, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. ഇനി ജോലി സ്ഥലത്തുണ്ടായ ഒരു ആക്സിഡന്റിന്റെ ഫലമായിട്ട് ഒരു എംപ്ലോയി ഇൻസെയിൻ ആയി എന്ന് വെക്കുക. അതിനുശേഷം അദ്ദേഹം സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നു.
ആക്സിഡന്റ് എറൈസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. സോ എംപ്ലോയർ ലയബിൾ ആണ് ടു പേ കോമ്പൻസേഷൻ. ഇനി ഒരു വർക്കർ അദ്ദേഹത്തിന്റെ മെന്റൽ ബാലൻസ് ലോസ്റ്റ് ആയി ബിക്കോസ് ഓഫ് എൻ ആക്സിഡന്റ് അറ്റ് ദി വർക്കിംഗ് പ്ലേസ് ആൻഡ് ലേറ്റർ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. എഗെയിൻ ആക്സിഡന്റ് എറോസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, എംപ്ലോയർ ലയബിൾ ആണ്. ഇനി ഒരു സ്ഥാപനത്തിന്റെ ക്യാഷ്യർ മറ്റുള്ള എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് ട്രെയിനിൽ ട്രാവൽ ചെയ്തു വരികയാണ് ഈ സ്ഥാപനത്തിലേക്ക്. അപ്പോൾ അദ്ദേഹം കൊള്ളയടിക്കപ്പെടുകയും മർഡർ ചെയ്യപ്പെടുകയും ചെയ്തു. ഈ കേസിൽ പേഴ്സണൽ ഇഞ്ചുറി ബൈ ആക്സിഡന്റ് ആണ്, വിച്ച് എറൈസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. സോ ദ എംപ്ലോയർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ്. ഇനി ഫോർത്ത് ടേം, ദാറ്റ് ഈസ് ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന ടേം ഡ്യൂറേഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റിനെയാണ് കുറിക്കുന്നത്. അതായത് എംപ്ലോയി എപ്പോഴാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ആവുന്നു. പിന്നെ അദ്ദേഹം ആ ഒരു വർക്കിംഗ് പ്ലേസ് ലീവ് ചെയ്യുമ്പോൾ ആ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് തീരുന്നു. നോർമലി 10 AM to 6 PM വരേക്കുമാണ് ഡ്യൂറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് കണക്കാക്കുന്നത്. ഒരു 5 സിറ്റുവേഷൻസ്, സ്പെഷ്യൽ സിറ്റുവേഷൻസ് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ഉൾപ്പെടും. എംപ്ലോയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, വീട്ടിൽ നിന്നും വർക്കിംഗ് പ്ലേസിലേക്കും തിരിച്ച് വർക്കിംഗ് പ്ലേസിൽ നിന്ന് വീട്ടിലേക്കും പോകുവാൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യെസ്, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടൈം കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ഉൾപ്പെടും. ഇനി വർക്ക്മാൻ എംപ്ലോയറിന്റെ പ്രിമൈസസിലുണ്ട് ബട്ട് ആക്ച്വലി വർക്കിംഗ് അല്ല എങ്കിൽ പോലും ആ പ്രിമൈസസിലുണ്ട്, വർക്കിംഗ് ടൈമിലുണ്ട് എന്നുണ്ടെങ്കിൽ യെസ്, അത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. പീരീഡ് ഓഫ് റെസ്റ്റ് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, ബട്ട് വർക്ക്മാൻ ഈ എംപ്ലോയറിന്റെ പ്രിമൈസസിൽ തന്നെ ഉണ്ടാവണം. അതായത് ലഞ്ച് ടൈമിലും വാട്ടർ ഡ്രിങ്കിങ് ടൈമിലും ഒക്കെ ഉണ്ടാകുന്ന ആക്സിഡന്റിന് ഈ എംപ്ലോയർ ലയബിൾ ആക്കപ്പെടും. ബട്ട് ഈ വർക്ക്മാൻ അദ്ദേഹത്തിന്റെ വർക്കിംഗ് പ്ലേസിൽ നിന്ന് വെളിയിൽ പോയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഈ ലഞ്ച് ടൈമിലെല്ലാം നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് കണക്കാക്കത്തില്ല. ഇനി ഫോർത്ത് കണ്ടീഷൻ, വർക്ക്മാൻ കുറച്ച് നേരത്തെ ഈ വർക്കിംഗ് പ്ലേസിൽ റീച്ച് ആയി, ഒരുപാട് നേരത്തെ അല്ല ബട്ട് കുറച്ച് നേരത്തെ വന്നു, എന്നിട്ട് ഈ വർക്കിന് വേണ്ടി അയാളെ എക്വിപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നതെങ്കിലും അത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും. ഫിഫ്ത്ത് കണ്ടീഷൻ, തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ. സംടൈംസ് വർക്ക്മാൻ എവേ ഫ്രം ദ പ്രിമൈസസ് ആണെങ്കിലും ആ വർക്ക്മാൻ ഈ എംപ്ലോയറിന് ഏതെങ്കിലും ഒരു സർവീസ് റെൻഡർ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒബ്ലിഗേഷൻ നിറവേറ്റുകയോ ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന് പേഴ്സണൽ ഇഞ്ചുറി നടക്കുന്നത് എന്നുണ്ടെങ്കിൽ തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ അപ്ലൈ ആവും. അതായത് വർക്ക്മാൻ എവേ ഫ്രം ദി പ്രിമൈസസ് ആണ് എന്നുണ്ടെങ്കിൽ പോലും എംപ്ലോയർ ലയബിൾ ആക്കപ്പെടും. നമ്മൾ പറഞ്ഞു ഈവൻ ലഞ്ച് ടൈമിലാണെങ്കിൽ പോലും ഒരു പബ്ലിക് പ്ലേസിലേക്ക് ഔട്ട് ഓഫ് ദി പ്രിമൈസിലേക്ക് ഈ വർക്ക്മാൻ പോയാൽ പിന്നെ എംപ്ലോയർക്ക് ലയബിലിറ്റി ഇല്ല എന്നുണ്ട്. പക്ഷേ ഈ എംപ്ലോയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് റെൻഡർ ചെയ്യുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ വർക്ക്മാൻ ഒരു പബ്ലിക് പ്ലേസിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ അപ്ലൈ ആകും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എംപ്ലോയർ ലയബിൾ ആക്കപ്പെടും. നമുക്ക് 3 എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ കേസിൽ ജനറൽ മാനേജർ ബെസ്റ്റ് വേഴ്സസ് മിസ്സിസ് ആഗ്നസ് എന്ന് പറയുന്ന കേസിൽ BEST എന്നത് ഒരു ബസ് കമ്പനിയാണ്. ആ കമ്പനി അതിലെ ഡ്രൈവേഴ്സ്ക്ക് വീട്ടിൽ നിന്ന് ഡിപ്പോയിലേക്ക് വരുന്നതിനും അതുപോലെ തന്നെ ഡിപ്പോയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു ഡ്രൈവർ തൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ബസ് തിരിച്ച് ഡിപ്പോയിലൊക്കെ ഇട്ട ശേഷം ഈ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഡ്രൈവറിന് ഓൺ ദ വേയിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ കേസിൽ ഈ ബസ് കമ്പനി ലയബിൾ ആക്കപ്പെടുകയാണ്. ബിക്കോസ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എംപ്ലോയർ ആണ്. സോ ആദ്യത്തെ കണ്ടീഷൻ ഫുൾഫിൽ ആകുന്നുണ്ട്. ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് എംപ്ലോയർ ലയബിൾ ആക്കപ്പെട്ടു. ഇനി രണ്ടാമത്തെ കേസിൽ ഒരു റെയിൽവേ എംപ്ലോയിയോട് അദ്ദേഹത്തിൻ്റെ ഹയർ ഓഫീസർ ഇനിയൊരു സ്റ്റേഷനിലേക്ക് ട്രാവൽ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ റെഗുലറായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റേഷൻ അല്ലാതെ അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് അവിടെ പോയൊരു വാട്ടർ മെയിൻ ശരിയാക്കിയിട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു. ആ റെയിൽവേ എംപ്ലോയി ഇദ്ദേഹത്തിൻ്റെ ഹയർ ഓഫീസറിൻ്റെ ആ ഓർഡർ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിൻ ഏറി അടുത്ത സ്റ്റേഷനിൽ പോകുന്നു. അവിടെ വാട്ടർ മെയിൻ കറക്റ്റ് ചെയ്തു. പക്ഷേ ആ വാട്ടർ മെയിൻ കറക്റ്റ് ചെയ്തിട്ട്
അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് ഈ പഴയ സ്റ്റേഷനിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പ്ലാറ്റ്ഫോമിൽ വീണുപോയി ഒരു ആക്സിഡൻറ്റ് നടക്കുകയും അദ്ദേഹം അവിടെ മരിക്കുകയും ചെയ്യുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആക്സിഡൻറ്റ് നടന്നേക്കുന്നത് ഔട്ട് ഓഫ് ദി പ്രിമൈസസ് ആണ് അല്ലേ. റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് അല്ല നടന്നിരിക്കുന്നത്, അവിടെ നിന്ന് ദൂരെയുള്ള സ്റ്റേഷനിലാണ് നടന്നിരിക്കുന്നത്. പ്ലസ് അവിടെ വർക്ക് ചെയ്യുമ്പോഴല്ല സംഭവിച്ചിരിക്കുന്നത്, വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുവാനുള്ള സന്ദർഭത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. സോ ഔട്ട് ഓഫ് ദ പ്രിമൈസസ് ആയതുകൊണ്ട് നോർമലി ഇതിൽ ആ റെയിൽവേ കമ്പനി അദ്ദേഹത്തിനെ അവിടത്തേക്ക് അയച്ച് ആ റെയിൽവേ കമ്പനി ലയബിൾ ആക്കപ്പെടുകയില്ല. ബട്ട് ഇവിടെയാണ് തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ അപ്ലൈ ആവുന്നത്. ആ എംപ്ലോയി ആ ഒരു സ്റ്റേഷനിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഈ റെയിൽവേ കമ്പനിയുടെ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന റെയിൽവേ കമ്പനിയുടെ ഹയർ ഓഫീസർ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഒബ്ലിഗേഷൻ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്. സോ തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ അവിടെ അപ്ലൈ ആവുകയാണ്. ആക്സിഡൻറ്റ് നടന്നത് എവേ ഫ്രം ദ പ്രിമൈസസ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ അവിടേക്ക് ഡയറക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് ഈ എംപ്ലോയർ ആണ് എന്നുള്ള കാരണം കൊണ്ട് എംപ്ലോയർ ലയബിൾ ആക്കപ്പെട്ടു. സോ ഇങ്ങനെയുള്ള കേസസിൽ തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ അപ്ലൈ ആവുമോ എന്ന് നോക്കേണ്ടത്, ഈ എംപ്ലോയർ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഈ എംപ്ലോയിയെ നിയോഗിച്ചില്ലായിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് ആ എംപ്ലോയിക്ക് നടക്കുമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ അപ്ലൈ ആകും, എംപ്ലോയർ ലയബിൾ ആക്കപ്പെടും. ഇത് ഓർത്തു വയ്ക്കുക. നമുക്ക് തിയറിയെക്കാട്ടിൽ കൂടുതൽ പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലേബർ ലോയിൽ പാർട്ട് സിയിലെ 15 മാർക്സിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്ന ഒരു പോർഷനാണ് എംപ്ലോയേഴ്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ 3. ഇനി മൂന്നാമത്തെ കേസിൽ ഒരു ഫാക്ടറി ക്യാൻറ്റീനിൽ നിന്നും ഒരു ബോയ് ഫാക്ടറിയിലുള്ള കുറച്ച് പേർക്ക് ചായ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോയിട്ട് അവർക്ക് ടീ എല്ലാം സപ്ലൈ ചെയ്ത് തിരിച്ച് ഫാക്ടറി ക്യാൻറ്റീനിലേക്ക് വരുന്ന വഴിക്ക് ഒരു ബുള്ളറ്റ് സ്ട്രൈക്കായി കൊല്ലപ്പെട്ടു. സോ ഈ കേസ് എങ്ങനെയാണ്? പേഴ്സണൽ ഇഞ്ചുറിയാണ് ആ കുട്ടിക്ക് നടന്നിരിക്കുന്നത്, ബൈ ആക്സിഡൻ്റ് ആണ്, ഔട്ട് ഓഫ് ദി എംപ്ലോയ്മെൻ്റ് ആണ് ആൻഡ് ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സോ ഫാക്ടറി ഓണർ ലയബിൾ ആണ്. Now, employer's non-liability. If the injury does not cause total or partial disablement of the workman for a period not exceeding 3 days, then the employer is not liable to pay compensation to this injured workman. വർക്ക്മാൻ ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി അദ്ദേഹത്തിന് ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഒരു ഡിസേബിൾമെൻറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ എംപ്ലോയർ ലയബിൾ അല്ല. സെക്കൻഡ് പോയിന്റ്, വർക്ക്മാൻ്റെ ഡെത്തോ ടോട്ടൽ ഡിസേബിൾമെൻറ്റോ നടക്കാത്ത പക്ഷം എംപ്ലോയറിന് അവൈലബിൾ ആയിട്ടുള്ള ഡിഫൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആക്സിഡൻറ്റ് സമയത്ത് വർക്ക്മാൻ ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എംപ്ലോയർ ലയബിൾ ആക്കപ്പെടുകയില്ല. വർക്ക്മാൻ വിൽഫുള്ളി ഈ എംപ്ലോയർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഓർഡറോ റൂളോ വിൽഫുള്ളി തെറ്റിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ്, എംപ്ലോയർ ലയബിൾ ആക്കപ്പെടുകയില്ല. ഇനി തൻ്റെ സേഫ്റ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റോ സേഫ് ഗാർഡോ ഈ വർക്ക്മാൻ വിൽഫുള്ളി റിമൂവ് ചെയ്തിട്ടുണ്ട്, തനിക്ക് സേഫ്റ്റിക്കായി കൊടുത്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, എംപ്ലോയർ ലയബിൾ ആക്കപ്പെടുകയില്ല. ഇത് മൂന്നും ഒരു ഡെത്തോ അല്ലെങ്കിൽ ടോട്ടൽ ഡിസേബിൾമെൻറ്റോ നടക്കാത്ത പക്ഷം എംപ്ലോയറിന് അവൈലബിൾ ആയിട്ടുള്ള ഡിഫൻസസ് ആണ്. ഇതിൽ ഓണസ്റ്റ് പ്രൊബാൻറ്റി, ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൾവേസ് ഓൺ ദി എംപ്ലോയർ. ഇത്തരത്തിൽ വിൽഫുൾ ഡിസൊബീഡിയൻസ് നടന്നിട്ടുണ്ട്, വർക്ക്മാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സേഫ്റ്റി മെഷേഴ്സ് അദ്ദേഹം റിമൂവ് ചെയ്തു, ഇതെല്ലാം പ്രൂവ് ചെയ്യുവാനുള്ള ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൾവേസ് ഓൺ ദിസ് എംപ്ലോയർ. Now let's quickly cover the occupational diseases. Occupational disease is a disease which is associated with a particular occupation. For example, lead poisoning. A list of occupational diseases are specified in Part A, B and C of Schedule 3 of this Workmen's Compensation Act, and for all occupational diseases in Part A, B, C of Schedule 3 of this Workmen's Compensation Act, the employer is liable to pay compensation. ഒരു പർട്ടിക്കുലർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിസീസിനെയാണ് ഒക്യുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ലെഡ് ടെട്രാ ഈഥൈൽ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിക്കുന്ന ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ലെഡ് പോയിസണിങ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു ഒക്യുപേഷണൽ ഡിസീസാണ്. പിന്നെ
ഈ ആക്ടിൻ്റെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിൻ്റെ സ്കെഡ്യൂൾ 3 പാർട്ട് ABC ഒരു ലിസ്റ്റ് ഓഫ് ഒക്യുപ്പേഷണൽ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഒക്യുപ്പേഷണൽ ഡിസീസിന് എംപ്ലോയർ ലയബിൾ ആക്കപ്പെടുന്നതാണ്. ഇനി ഒരു എംപ്ലോയി അദ്ദേഹത്തിൻ്റെ വർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് ഒരു ഒക്യുപ്പേഷണൽ ഡിസീസ് വരുന്നത് എങ്കിൽ പോലും താഴെ പറയുന്ന 3 കണ്ടീഷൻസ് ഫുൾഫിൽ ആകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. അദ്ദേഹം ചെയ്തിട്ടുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒക്യുപ്പേഷണൽ ഡിസീസ് ആയിരിക്കണം. വർക്കറിന് ആ ജോലിയിൽ 6 മാസത്തെ കണ്ടിന്യൂസ് സർവീസ് എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ആ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ ഒക്യുപ്പേഷണൽ ഡിസീസ് എറൈസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വർക്ക്മാൻ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷമായിട്ടാണ് ഈ ഒരു ഒക്യുപ്പേഷണൽ ഡിസീസ് പിടിപെടുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് കോമ്പൻസേഷനുള്ള അർഹതയുണ്ട്. A workman is entitled to get compensation even after the discontinuation from the service if the following 3 essentials are fulfilled. Number 1, if the workman contracted the occupational disease peculiar to that employment, 6 months of continuous employment was there for him. And number 3, occupational disease must have arisen out of employment. യൂണിവേഴ്സിറ്റി എക്സാമിന് പാർട്ട് സിയിൽ പ്രോബ്ലം സോൾവിങ്ങിന് വരുന്ന ഒരു പാർട്ടാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനകത്ത് ആ പറയുന്ന പർട്ടിക്കുലർ വർക്കർ ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് അനലൈസ് ചെയ്യുക. അദ്ദേഹം ഒരു ആംഡ് ഫോഴ്സിൻ്റെ മെമ്പർ ആയിരിക്കാൻ പാടില്ല, ESA ആക്ടിൽ വരുന്ന ആളാകാൻ പാടില്ല, പിന്നെ ഒരു കാഷ്വൽ വർക്കർ ആകാനും പാടില്ല. ആ 3 കണ്ടീഷൻസും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന വർക്കർ ആയിരിക്കും. അതുപോലെ ഈ വർക്ക്മാൻ ആദ്യമേ തന്നെ ഒരു സിവിൽ സ്യൂട്ട് ഡാമേജസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഈ ആക്ടിൻ്റെ അണ്ടറിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുവാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തതിന് ശേഷം വീണ്ടും സിവിൽ സ്യൂട്ട് ഡാമേജസിന് വേണ്ടി ഫയൽ ചെയ്യുവാൻ കഴിയില്ല. പിന്നെ എംപ്ലോയറിൻ്റെ നോൺ ലയബിലിറ്റി വരുന്ന ഒരേ ഒരു കണ്ടീഷനാണ് ഇഞ്ചുറി അല്ലെങ്കിൽ പാർഷ്യൽ ഡിസേബിൾമെൻറ്റ് എന്നത് 3 ദിവസത്തിൽ കൂടുതൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർക്ക് ലയബിലിറ്റി വരില്ല. ഇനി ടോട്ടൽ ഡിസേബിൾമെൻറ്റോ അല്ലെങ്കിൽ ഡെത്തോ നടന്നിട്ടുണ്ടെങ്കിൽ ഡിഫൻസ് കൊണ്ട് കാര്യമില്ല. ടോട്ടൽ ഡിസേബിൾമെൻറ്റോ ഡെത്തോ നടക്കാത്ത സന്ദർഭങ്ങളിൽ ഡിഫൻസസ് എംപ്ലോയറിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതാണ്. എംപ്ലോയി ഡ്രിങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിൽഫുള്ളി ഡിസൊബീഡിയൻസ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും സേഫ്റ്റി ഗാർഡ് റിമൂവ് ചെയ്തു, ഇതൊക്കെയാണ് ഡിഫൻസസ് ആയിട്ട് ഈ ഒരു എംപ്ലോയറിന് പറയുവാൻ കഴിയുന്നത്. ഈ സന്ദർഭങ്ങളിലെല്ലാം ബർഡൻ ഓഫ് പ്രൂഫ് എംപ്ലോയറിൻ്റെ ഭാഗത്താണ്. ഇനി സെക്ഷൻ 3 എംപ്ലോയർക്ക് ലയബിലിറ്റി ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. മെൻ്റൽ ഇംബാലൻസും പേഴ്സണൽ ഇഞ്ചുറിയിൽ വരും. എപ്പോഴും കൈയും കാലും ഒന്നും ഉടയണമെന്നില്ല. മെൻ്റലി എന്തെങ്കിലും അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതും പേഴ്സണൽ ഇഞ്ചുറി തന്നെയാണ്. ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് നോക്കുക. അതായത് ഈ ഒരു വർക്കർ ഒന്നും ഡിസൈൻ ചെയ്ത് വരുത്തിയ ഒരു കാര്യമായിരിക്കുവാൻ പാടില്ല. വർക്കർ ഒട്ട് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാകുവാൻ പാടില്ല. പിന്നെ ആക്സിഡൻറ്റ് ഔട്ട് ഓഫ് ദി എംപ്ലോയ്മെൻ്റ് ആണോ വന്നേക്കുന്നത് എന്ന് നോക്കുക. അതായത് ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണോ എന്ന് നോക്കുക. പിന്നെ ആക്സിഡൻറ്റ് ഹാപ്പൻ ഇൻ ദി കോഴ്സ് ഓഫ് ദി എംപ്ലോയ്മെൻ്റ് ആണോ എന്ന് നോക്കുക. വർക്കിംഗ് ടൈം ആണോ എന്ന് നോക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്ന 5 കണ്ടീഷൻസ്, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോഴ്സ് ഓഫ് ദി എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. എംപ്ലോയർക്ക് ലയബിലിറ്റി ഉണ്ട്. വർക്ക് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ പോലും റിമൈസസിനുണ്ടായെങ്കിൽ എംപ്ലോയർ ലയബിളാണ്. ഇനി വർക്കിംഗ് പ്ലേസിൽ കുറച്ച് നേരത്തെ വന്ന് ആ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് അപകടം നടന്നിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന് ലയബിലിറ്റി ഉണ്ട്. ഇനി ലഞ്ച് ടൈമോ ഡ്രിങ്കിങ് ടൈമിലോ ആണ് ബട്ട് പ്രിമൈസസിൽ ഉള്ളിലാണ് എങ്കിൽ എംപ്ലോയർ ലയബിളാണ്. പക്ഷേ ലഞ്ച് ടൈമിൽ വെളിയിൽ പബ്ലിക് പ്ലേസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ ലയബിൾ അല്ല. ഇനി പബ്ലിക് പ്ലേസിലാണ് ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നത്, എവേ ഫ്രം ദ പ്രിമൈസസ് ആണെങ്കിൽ നോഷണൽ എക്സ്റ്റൻഷൻ അപ്ലൈ ആവുമോ എന്ന് ചെക്ക് ചെയ്യുക. എംപ്ലോയർ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വർക്ക്മെൻ പബ്ലിക് പ്ലേസിലേക്ക് പോയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർ ലയബിൾ ആക്കപ്പെടും ബൈ ദ തിയറി ഓഫ് നോഷണൽ എക്സ്റ്റൻഷൻ. ഇനി ഈ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആയാൽ പോലും വർക്കറിൻ്റെ ഒരു തരത്തിലുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻസിൻ്റെ ഡാമേജസിനോ ഒരു എംപ്ലോയർ ഒരിക്കലും ലയബിൾ ആക്കപ്പെടുകയില്ല. ഇത്രയും പോയിൻറ്റ്സ് ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഫ്രെയിം ചെയ്തെഴുതുക.
തീർച്ചയായിട്ടും 15 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്.